എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ കാണിക്കാൻ പോകുന്നത് ലഞ്ചും പിന്നെ ഡിന്നറിൻ്റെ ഒരു വീഡിയോ കേട്ടോ, കുക്കിംഗ് വീഡിയോ. അപ്പം കുക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും റെസിപ്പീസൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല, എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സ്പെഷ്യലായിട്ട് എനിക്കിന്ന് മാങ്ങാക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്, മാമ്പഴ പുളിശ്ശേരി. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അയലമീൻ കിട്ടി, അതും വറുത്തു, കുറച്ച് കറി വെച്ചു. അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ കൂട്ടാൻ. പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി എല്ലാം നല്ലപോലെ വേവിച്ച് അതിൻ്റെ ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഞാനത് കടുവറുത്തൊഴിച്ചു. നല്ല വലിയ മധുരമൊന്നും ഉള്ള മാങ്ങയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് മധുരം കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ അയലമീൻ ഉണ്ടായിരുന്നെന്ന്, അങ്ങനെ അയലമീനും ഉണ്ടായിരുന്നു, അതും വറുത്തു. പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡിയായി. ചിക്കൻ ഫ്രൈ ചെയ്തു. ചിക്കൻ ഫ്രൈ പ്രത്യേകിച്ച് പിള്ളേർക്ക് വേണ്ടി കേട്ടോ, അവർക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറെടുക്കട്ടെ. ചോറും മാമ്പഴ പുളിശ്ശേരി പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി, മീൻകറി, അതെല്ലാം വെച്ചിട്ട് ഡിന്നർ ഞങ്ങൾ കഴിച്ചു. ബ്രദർ കഴിച്ചു. അവൻ്റെ വീഡിയോ കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങൾ നൈറ്റിൽ ഡിന്നറിന് വേണ്ടി കുറച്ച് നല്ല പച്ചക്കപ്പ കിട്ടി കേട്ടോ. കുറേ നാളായി നല്ല പച്ചക്കപ്പ കഴിച്ചിട്ട്. അങ്ങനെ അത് വേവിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്കത്തെ അയലമീൻ ഉണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ ഉച്ചയ്ക്ക് വെച്ച അയലമീൻ കറി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡിന്നറും കുശാലായിട്ട് അങ്ങനെ പോയി. ഡിന്നറിൽ കപ്പ കുറേ നാളുകൊണ്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രുചിയുള്ള പച്ചക്കപ്പയായിരുന്നു. അപ്പം ഞാൻ അതും കൂടി നിങ്ങളെ എല്ലാവരെയും കഴിച്ച് കാണിക്കാം. കപ്പ എടുത്തു, പിന്നെ കുറച്ച് മീൻ ചാറിൽ മുക്കി, കുറച്ച് ചമ്മന്തിയും കൂടെ അതിൻ്റെ കൂടെ എടുത്തു. പിന്നെ വറുത്ത മീനൂടെ കൂട്ടിക്കിടെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ചും ഡിന്നറും ഒക്കെ നിങ്ങളെ കാണിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. താങ്ക് യു.